ഗവർണറുടെ അറ്റ് ഹോം പരിപാടിയിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും വിട്ടുനിന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, കൂടുതൽ വിശദാംശങ്ങൾ. പക്ഷേ ഇന്ന് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ രാജ്ഭവനിൽ ഗവർണറുടെ വിരുന്ന് ഒരുക്കിയത്, അറ്റ് ഹോം പരിപാടി ഒരുക്കിയത്. ഈ പരിപാടിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ പരിപാടിയിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ ക്ഷണം നൽകിയിരുന്നു. പക്ഷേ ഈ ക്ഷണം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ഒരു ക്ഷണം സ്വീകരിച്ചിട്ടില്ല. അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മുതിർന്ന BJP നേതാക്കളായിട്ടുള്ള കുമ്മനം രാജശേഖരൻ, അതിനൊപ്പം തന്നെ രാജഗോപാൽ, കൃഷ്ണദാസ് തുടങ്ങിയ ആളുകളൊക്കെ തന്നെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ വിരുന്ന് നൽകുന്ന പരിപാടിയാണ് രാജ്ഭവനിൽ നടക്കുന്ന അറ്റ് ഹോം പരിപാടി. ഈ പരിപാടിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിൽക്കുന്നത്. സുലേഖ, നേരത്തെയൊക്കെ ഈ RSS ഭാരതാംബ വിഷയത്തിലൊക്കെ സർക്കാരിന്റെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഗവർണറോട് രേഖപ്പെടുത്തുന്ന ശക്തമായ ഒരു പ്രതിഷേധമായി ഇതിനെ കാണാമോ? തീർച്ചയായിട്ടും പക്ഷേ അത് തന്നെയാണ്. ഇത്തരത്തിൽ സർവകലാശാലകളിലടക്കം ഈ സ്വാതന്ത്ര്യദിനം വിഭജന ദിനമായി ആചരിക്കണമെന്നുള്ള സർക്കുലറൊക്കെ തന്നെയും ഇറക്കിയത് ഗവർണറാണ്. അതിന്റെ ഒരു പ്രതിഷേധ സൂചകമായി തന്നെ നമുക്ക് ഈ വിട്ടുനിൽക്കലിനെ കാണാം എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. ഇത് ഗവർണർ നിരന്തരം സംസ്ഥാനത്തിന്റെ വിവിധ കാര്യങ്ങളിൽ ഇടപെടുന്ന ഈ ഒരു എതിരെയുള്ള ഒരു പ്രതിഷേധമായി തന്നെ നമുക്കിത് കാണാം എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവകലാശാലകളിലടക്കം ഈ സംസ്ഥാനം അധികാരം ഉപയോഗിക്കേണ്ടിടത്തൊക്കെ തന്നെയും ഗവർണർ ചാൻസലർ എന്നുള്ള പദവി ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പല കാര്യങ്ങളിലും ഇത്തരത്തിൽ ഗവർണർ സർക്കാരിനെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഒരു വിരുന്ന് സൽക്കാരം രാജ്ഭവനിൽ നടക്കുന്നത്, ഗവർണറുടെ വിരുന്ന് സൽക്കാരം നടക്കുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഗവർണറുടെ നിരന്തരമുള്ള സംഘപരിവാർ അനുകൂല നിലപാട്, അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായി തന്നെ നമുക്ക് ഈ വിട്ടുനിൽക്കലിനെ കാണാമെന്നുള്ളത് തന്നെയാണ് വർഷ.